ഹായ്, വെൽക്കം ടു ലേണിംഗ് പ്ലാനറ്റ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ പഠിച്ചു. അത് നിങ്ങൾക്കിപ്പോൾ ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു ലേണിംഗ് പ്ലാനറ്റ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളടുത്ത് ഒരു എക്സാമ്പിൾ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. എന്നെ വിളിക്കാൻ മറക്കരുത്. എന്നെ വിളിക്കാൻ മറക്കരുത്. കുറച്ച് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് ദയവായി എന്നെ വിളിക്കാൻ മറക്കരുത്. ഇങ്ങനെ 2 രൂപത്തിൽ നമുക്ക് പറയാം എന്നാണ് പറഞ്ഞത്. അത് നോക്കിയതിന് ശേഷം നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് കടക്കാം. എന്നെ വിളിക്കാൻ മറക്കരുത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അരുതെന്ന് വെച്ച് ഒരു കാര്യം തുടങ്ങുകയാണെങ്കിൽ ഡോണ്ട് എന്നാണ് എഴുതേണ്ടത്. ഡോണ്ട്. പിന്നീട് മറക്കുക എന്ന പദമാണ് വേണ്ടത്. അപ്പം ഡോണ്ട് ഫോർഗെറ്റ്. ഡോണ്ട് ഫോർഗെറ്റ്. അപ്പം ഇതൊരു പ്രവൃത്തിയെ കാണിക്കുന്ന വാക്കാണ്. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, മറക്കുക, ഓർക്കുക, എഴുതുക, അങ്ങനെയുള്ളതെല്ലാം വെർബ് തന്നെയാണ്, പ്രവൃത്തിയെ കാണിക്കുന്ന പദങ്ങളാണ്. ഡോണ്ട് ഫോർഗെറ്റ്. എന്നെ വിളിക്കാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ടു. അപ്പോൾ നമ്മളോട് ടു ചേർത്തു. ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ മീ. ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ മീ. ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ മീ. അപ്പോൾ അരുത് എന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡോണ്ട് എന്ന് വെച്ച് തുടങ്ങാം. അപ്പം ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ മീ. അപ്പം ദയവായി എന്നെ വിളിക്കാൻ മറക്കരുത് എന്ന് പറയുകയാണെങ്കിലോ, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ മീ. ഫോർഗെറ്റ് ടു കോൾ മീ. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ മീ. ഇങ്ങനെ നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ പറയാം. മാർക്കറ്റിലേക്ക് പോകുന്ന ആളോട് ദയവായി പച്ചക്കറി വാങ്ങാൻ മറക്കരുത് എന്ന് നമുക്ക് നിസ്സാരമായി പറയാം. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ബൈ വെജിറ്റബിൾസ് ഓർ ബ്രിങ് വെജിറ്റബിൾസ്. വില കൊടുത്ത് വാങ്ങുന്നതുകൊണ്ട് നമുക്ക് ബൈ വെജിറ്റബിൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ കൊണ്ടുവരുന്നു എന്ന അർത്ഥത്തിലാണെങ്കിൽ ബ്രിങ് എന്നും പറയാം. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ബ്രിങ് വെജിറ്റബിൾസ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ബ്രിങ് എ പാക്ക് ഓഫ് ബിസ്ക്കറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇതിൽ സത്യത്തിലൊരു ഗ്രാമർ പോർഷനുണ്ട്. സെൻറ്റൻസുകൾ നമ്മൾ 4 ടൈപ്പായി തിരിക്കുമ്പോൾ അതിൽ ഇംപെരേറ്റീവ് സെൻറ്റൻസുകൾ വരുന്നത് ഇങ്ങനെയാണ്. റിക്വസ്റ്റ് ചെയ്യുന്ന സെൻറ്റൻസുകൾ പ്ലീസ് വരുന്നു. വാൺ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അധികവും ഡോണ്ട് ചേർത്ത് വരുന്നു. ഡോണ്ട് ഷൗട്ട്, ഒച്ച വെക്കരുത് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അങ്ങനെ പറയാം. അതുപോലെ പ്ലീസ് ഡോണ്ട് എന്ന് നമ്മൾ കുറച്ചുകൂടെ വിനയത്തോടെ പറയുമ്പോൾ നമ്മൾ പ്ലീസ് ഡോണ്ട് എന്ന് ചേർക്കുന്നു പറയുന്നു. ഡയറക്റ്റ് പറയുന്നതെല്ലാം കമാൻഡ് ആയിരിക്കും. ഗെറ്റപ്പ്, എഴുന്നേക്കാൻ പറയാണ്, ഗെറ്റപ്പ്. അല്ലെങ്കിൽ കം അറ്റ് വൺസ്, കം ബാക്ക്. ഇതെല്ലാം നമ്മളൊരു ആജ്ഞാസ്വരത്തിലാണ്, ഓർഡറോ കമാൻഡോ ഒക്കെയാണ്. ഡോണ്ട് എന്ന് ചേർക്കുമ്പോൾ ഒരു വാണിങ്ങുമാണ്. പ്ലീസ് ചേർത്ത് പറയുന്നതെല്ലാം നമ്മളൊരു അല്പം ഒരു റിക്വസ്റ്റ് ഉണ്ട്, അപേക്ഷാസ്വരത്തിലാണ്. ഇത്തരം സെൻറ്റൻസുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇംപെരേറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രാമർ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചു. അങ്ങനെ നമ്മൾ അതിനായിട്ട് പ്രത്യേകിച്ച് മെനക്കെട്ടൊന്നുമില്ല. ഇനി നമുക്കിതുപോലെ ഈ ഗ്രാമർ പഠിക്കാതെ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കി സംസാരിക്കാം. അപ്പോൾ അടുത്ത സെഗ്മെൻറ്റിലേക്ക് നമുക്ക് പോകാം. ഈ വാക്ക് ശ്രദ്ധിക്കുക. കുക്ക് എന്നാണ് വാക്ക്. ഇത് സാധാരണ ഇതിൽ പാകം ചെയ്യുക എന്ന അർത്ഥത്തിലാണ്. കുക്ക് ചെയ്യുന്നു. അപ്പോൾ നോക്കാം, വെർബായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നൗൺ ആണെങ്കിൽ പാചകക്കാരൻ എന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ അതൊന്നും നോക്കണ്ട. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പോവുകയാണ്, നമ്മളൊരാളോട് ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ നോക്കാം, കുക്ക് എന്ന് പറയുമ്പോൾ അത് ഒന്നിലധികം പേർ പാചകം ചെയ്യുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാൽ കുക്സ് എന്ന് എഴുതിയെന്ന് വിചാരിക്കുക. ഇപ്പം ഇത് ഒരാളായിരിക്കും പാചകം ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, അവൻ പാചകം ചെയ്യാറുണ്ട്. അപ്പോൾ നോക്കാം, ഹീ കുക്സ് വെൽ. അവൻ നന്നായി പാചകം ചെയ്യാറുണ്ട്. ശ്രദ്ധിച്ചോ? ഹീ കുക്സ് വെൽ. അവൻ നന്നായി പാചകം ചെയ്യാറുണ്ട്. നമ്മൾ ടെൻസ് ഒന്നും പഠിക്കുന്നില്ല. അവൻ നന്നായി പാചകം ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ പാചകം ചെയ്യാറുണ്ട്. അപ്പോൾ വി കുക്ക് എന്ന് മതി. വി കുക്ക് വെൽ. ചിലപ്പോൾ അവർ പറയും ഞങ്ങളും
ഞങ്ങളും എന്ന് പറയും. വി ഓൾസോ കുക്ക് വെൽ. ഞങ്ങളും നന്നായി പാചകം ചെയ്യാറുണ്ട്. അപ്പോൾ ആകെ നമ്മളിതിൽ പഠിക്കേണ്ടത് ഒരു കാര്യം നമ്മൾ പതിവായി പറയുന്നു അല്ലെങ്കിൽ നമ്മൾ ആവർത്തിക്കുന്ന കാര്യങ്ങളാണ്. ആ കാര്യം ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാം, ആ പ്രവൃത്തിയെ കാണിക്കുന്ന പദം, അതായത് നമ്മൾ എഴുതുക എന്നാണെങ്കിൽ നമ്മളിവിടെ റൈറ്റ് എന്ന് ചേർക്കണം. അപ്പോൾ ഒരാൾ എഴുതുന്നെങ്കിൽ എന്ത് ചെയ്യാം, റൈറ്റ്സ് എന്ന് പറയാം. മറ്റു കാര്യങ്ങളൊന്നും ആലോചിക്കരുത്. അപ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും. ഒന്നിലധികം പേർ ചെയ്യുന്നു വിചാരിക്കാം. അപ്പോൾ നമുക്ക് യെസ് ചേർക്കാതെ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ നോക്കാം, ഡ്രൈവ് എന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഒന്നിലധികം പേർ ചെയ്യുന്നതായിട്ട് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചാൽ നമുക്കത് എളുപ്പത്തിൽ മനസ്സിലാവും. അവൾ ഡ്രൈവ് ചെയ്യുന്നു വിചാരിക്കുക. അവൾ എന്നുള്ളത് നമ്മളെന്താ പറയുക, ഷീ. ഷീ ഷീ ഡ്രൈവ്സ്. അവൾ ഒരാളെ ഡ്രൈവ് ചെയ്യുന്നുള്ളൂ. ഷീ ഡ്രൈവ്സ് കാർ. അവൾ കാർ ഓടിക്കാറുണ്ട്. കാർ ഓടിക്കാറുണ്ട്. അങ്ങനെയാണ് അതിൽ വരുന്നത്. അപ്പം നിങ്ങൾ നോക്കൂ, പ്ലേ എന്ന വാക്ക് കേൾക്കുമ്പം ഇത് ഒന്നിലധികം പേര് കളിക്കുന്നു എന്ന അർത്ഥമാണ് വരുന്നത്. അപ്പം നോക്കാം, എൻ്റെ മകൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പം നമ്മളെങ്ങനെ പറയും, എൻ്റെ, മൈ സൺ. ഒരാളാണ് ഇപ്പം കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്ലേസ് എന്ന് എഴുതിയാൽ മതി. മൈ സൺ പ്ലേസ് ക്രിക്കറ്റ്. അപ്പം എൻ്റെ മകൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പം ഇത് ഒന്നിലധികം പേരാണ് കളിക്കുന്നത് വിചാരിക്കുക. അപ്പം നോക്കാം, അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ദേ എന്ന പദമാണ് അവർ എന്നതിന് ഉദ്ദേശിക്കുന്നത്. അപ്പം നോക്കാം, ദേ പ്ലേ ക്രിക്കറ്റ്. ദേ പ്ലേ ക്രിക്കറ്റ്. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്ത് കാര്യം പതിവായി ചെയ്യുന്നത് പറയുകയാണെങ്കിൽ അതിൽ ചില പദങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഒരു വെർബിൻ്റെ കൂടെ നമ്മൾ ഒരു എസ് ചേർത്ത് പറഞ്ഞാൽ മതി. എസ് ചേർക്കുമ്പോൾ അത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതായിട്ട് വരുന്നു. അവൻ ശ്രമിക്കുന്നു. ട്രൈ എന്നുള്ളതിൻ്റെ കൂടെ നമ്മൾ എസ് ചേർക്കുക. ട്രൈസ്, എസ് അല്ലെങ്കിൽ ഇ എസ് ആണ് ചേർക്കുക. വൈയിൽ അവസാനിക്കുന്ന ഐ എസ് വരും. അപ്പോൾ അത് നമ്മളെന്തായാലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എസ് വരുന്നതോടെ അത് ഒരാൾക്ക് വേണ്ടിയിട്ട് മാറുന്നു. അപ്പോൾ അവൻ ശ്രമിക്കുന്നു. ഹീ ട്രൈസ്. അവൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൽ ഇങ്ങനെയുള്ള ചില വാക്കുകൾ നോക്കാം. ഐ എന്ന് വരുമ്പോൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട, എസ് ചേർക്കാതെ പഠിക്കാം. അപ്പം നിൽക്കുക, എനിക്കറിയാം. ഐ നോ. എനിക്ക് അവൻ്റെ മൊബൈൽ നമ്പർ അറിയാം. ഐ നോ. അവൻ്റെ എന്ന പദം നോക്കൂ, ഹിസ്. അവളുടെ എന്നാണെങ്കിൽ ഹെർ എന്ന് വരും. ഐ നോ ഹിസ് മൊബൈൽ നമ്പർ. ഐ നോ ഹിസ് മൊബൈൽ നമ്പർ. അപ്പോൾ അത് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. എനിക്ക് അവൻ്റെ മൊബൈൽ നമ്പർ അറിയാം. ഐ നോ ഹിസ് മൊബൈൽ നമ്പർ. അപ്പോൾ മറ്റേ ആൾ പറയാണ് എങ്കിൽ, അല്ലേ, ഇഫ് സോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് സോ, ഇഫ് ഇറ്റ് ഈസ് സോ ഓർ ഇഫ് സോ, അവൻ്റെ നമ്പർ എനിക്ക് തരൂ ദയവായിട്ട്. അപ്പോൾ പ്ലീസ് ഗീവ് ഹിസ് നമ്പർ. പ്ലീസ് ഗീവ് മീ ഹിസ് നമ്പർ. അപ്പോൾ ഗീവ് എന്നുള്ളത് നൽകുക. പ്ലീസ് ഗീവ് മീ, ദയവായി നൽകുക. പ്ലീസ് ഗീവ് മീ ഹിസ് മൊബൈൽ നമ്പർ. അപ്പോൾ ഇങ്ങനെ വരുന്നു. നമ്മളിതുവരെ പഠിച്ച ഭാഗങ്ങളിൽ ഇനി സംശയങ്ങളുള്ള കുറച്ച് കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഒരാളുടെ ശീലമോ പതിവോ പറയുമ്പോൾ സാധാരണഗതിയിൽ എങ്ങനെയൊക്കെയാണ് വാക്കുകൾ ഉപയോഗിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ അതിൽ ഇത്തരം പദങ്ങളെ നമ്മൾ പ്രോനൗൺസ് എന്നൊക്കെയാണ് പറയുക. ആ പ്രോനൗൺസ് എല്ലാം ഉപയോഗിച്ച് ഞാൻ എക്സാമ്പിൾസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരം സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉദാഹരണങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആകാം. നിങ്ങളെല്ലാവരും ഈ ക്ലാസ് കേൾക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ആദ്യം മുതൽ 3 സെഗ്മെൻറ്റുകളും കൃത്യമായി കേട്ടതിന് ശേഷം 4ാമത്തെ സെഗ്മെൻറ്റ് കേൾക്കാൻ തയ്യാറാവുക. എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത 30 ക്ലാസ് കഴിയുമ്പോഴത്തേക്കും സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമ്മളിലുണ്ടാകും. അത് എൻ്റെ ഉറപ്പ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അയയ്ക്കുക. അതോടൊപ്പം തന്നെ
നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. ഓക്കെ.